ചാനൽ ട്രിനിറ്റി വോയിസ്. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവേനൻ നീ അറിയുന്നു. ഒന്നതിന്നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. അത്യുന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14 വേർഡ്സ് 1. ഷിനാർ രാജാവായ അമ്രാഫൽ, എലാസാർ രാജാവായ അരിയോക്ക്, എലാം രാജാവായ കെദർലായോമർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത്. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ഇൻ ദ ഡേയ്സ് ഓഫ് അമ്രാഫൽ കിങ് ഓഫ് ഷിനാർ, അരിയോക്ക് കിങ് ഓഫ് എലാസാർ, കെദർലായോമർ കിങ് ഓഫ് എലാം ആൻഡ് തീദാൽ കിങ് ഓഫ് നേഷൻസ്. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക് വാറൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. ഐ ഹാവ് ടോൾഡ് യു ദിസ് സോ ദാറ്റ് യു വിൽ ബി ഫിൽഡ് വിത്ത് മൈ ജോയ്. യെസ്, യുവർ ജോയ് വിൽ എവർ ഫ്ലോ. നോട്ടീസ് ദാറ്റ് ജീസസ് എക്സ്പെക്ട്സ് us to do only what he did with the Father. His relationship with his Father is the model for our friendship with him. Jesus did whatever the Father asked him to do out of love. True friendship isn't passive. It acts when Jesus asks us to love others, help the needy, share our resources, keep our lives clean, offer forgiveness, and bring others to Him. Love motivates us to obey immediately. We are often challenged to do great things for God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. Proverbs or സദൃശവാക്യങ്ങൾ. Proverbs chapter 12 words 26. സദൃശവാക്യങ്ങൾ 12-ന്റെ 26-ാമത് വാക്യം. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാവുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. The righteous is more excellent than his neighbor, but the way of the wicked seduceth them. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ഓർ മത്തായി. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 31-ാമത് വാക്യം. മാത്യു ചാപ്റ്റർ 5 വേർഡ്സ് 31. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇറ്റ് ഹാവ് ബീൻ സെഡ്, ഹൂസോവർ ഷാൽ പുട്ട് അവേ ഹിസ് വൈഫ്, ലെറ്റ് ഹിം ഗീവ് ഹെർ എ റൈറ്റിംഗ് ഓഫ് ഡിവോഴ്സ്മെൻറ്റ്. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പണം ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നതാണ് ഈ കഥകൾ. ക്ഷമിക്കാത്ത ദാസൻ. മത്തായി 18-ന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. പത്രോസ് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അല്ല, 7 പ്രാവശ്യമല്ല. യേശു പറഞ്ഞു, 70 പ്രാവശ്യം. നിങ്ങൾ എപ്പോഴും ക്ഷമിക്കണം, കാരണം ദൈവം നിങ്ങളോട് ചെയ്തത് അതാണ്. ഒരിക്കലൊരു രാജാവ്
തൻ്റെ ദാസന്മാരുടെ കണക്കുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. വലിയൊരു തുക കടമുള്ള ഒരു ദാസനെ രാജാവ് ആദ്യം വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പോയി നിന്നെയും നിന്റെ ഭാര്യയെയും മക്കളെയും വിൽക്കുക, എന്നിട്ട് വന്ന് കടം തീർക്കുക. ഉടനെ ആ ദാസൻ രാജാവിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ വീണു. ദയവായി എനിക്ക് അല്പം കൂടെ സമയം തരയണമേ, അവൻ യാചിച്ചു. ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. രാജാവിന് അവനോട് അനുകമ്പ തോന്നി കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. ആ ദാസൻ പുറത്തേക്കിറങ്ങുമ്പോൾ തന്നോട് ചെറിയൊരു കടം പറ്റിയിരുന്ന മറ്റൊരു ദാസനെ കണ്ടുമുട്ടി. ഉടനെ അയാളെ കഴുത്തിന് പിടിച്ച് നിന്റെ കടം വീട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുദാസൻ സാഷ്ടാംഗം വീണ് യാചിച്ചു, എന്നോട് ക്ഷമിക്കണേ, അല്പം കൂടെ സമയം തന്നാൽ ഞാൻ മുഴുവൻ തന്ന് വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ ആ അപേക്ഷ നിരസിച്ച് കൂട്ടുദാസനെ ജയിലിലടച്ചു. ഈ കാര്യങ്ങൾ അറിഞ്ഞ മറ്റു ദാസന്മാർ വളരെ ദുഃഖിതരായി. അവർ ചെന്ന് നടന്നതെല്ലാം രാജാവിനോട് പറഞ്ഞു. ഉടനെ രാജാവ് കോപാകുലനായി അവനെ വിളിപ്പിച്ചു. വിലയില്ലാത്തവനെ, നീ എന്നോട് യാചിച്ചപ്പോൾ ഞാൻ കടമെല്ലാം ഇളച്ചു തന്നു. നീയും നിന്റെ കൂട്ടുദാസനോട് കരുണ കാണിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കടം മുഴുവൻ വീട്ടുവോളം അവനെ ജയിലിലടച്ചു. യേശു പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ എൻ്റെ സ്വർഗീയ പിതാവും നിങ്ങളിൽ ഓരോരുത്തരോടും ഇങ്ങനെ തന്നെ പെരുമാറും. ഇനി നമുക്ക് ഉള്ളടക്കല്ല കണ്ടൻസ് നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ്. ഷിനാർ രാജാവായ അമ്രാഫൽ, എലാസാർ രാജാവായ അര്യോക്ക്, ഏലാം രാജാവായ കേദാർലോ യോമർ, ജാതികളുടെ രാജാവായ തിദാൽ എന്നിവരുടെ കാലത്ത്. And it came to pass in the days of Amraphel, king of Shinar, Arioch, king of Elasar, and Kedarlaomer, king of Elam, and Tidal, king of nations. സെക്കൻഡ് സെഷനിലേക്ക് റിക്വയറിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലെ ഉള്ളടക്കം. നോട്ടീസ് ദാറ്റ് ജീസസ് എക്സ്പെക്ട്സ് us to do only what he did with the Father. His relationship with his Father is the model for our friendship with him. Third session, proverb or സദൃശവാക്യങ്ങൾ. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാവുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. The righteous is more excellent than his neighbor, but the way of the wicked seduceth them. ഫോർത്ത് സെഷൻ, മാത്യു ഓർ മത്തായി. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇറ്റ് ഹാത്ത് ബീൻ സെഡ്, ഹൂസോഎവർ ഷാൽ പുട്ട് അവേ ഹിസ് വൈഫ്, ലെറ്റ് ഹിം ഗീവ് ഹെർ എ റൈറ്റിംഗ് ഓഫ് ഡിവോഴ്സ്മെൻറ്റ്. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.